ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കഴിഞ്ഞ 3 LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത്. ഇനിയും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇൻക്ലൂഡഡാണ്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രയേൽ പാസ്പോർട്ടുമായുള്ള പ്രവേശനം നിരോധിച്ച രാജ്യം മാലദ്വീപ്. പശ്ചിമേഷ്യയിലെ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2024 ജൂൺ ആദ്യവാരമാണ് ഇസ്രായേൽ പൗരന്മാർക്ക് വിലക്കേർപ്പെടുത്തുന്ന കാര്യം മാലദ്വീപ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ പാസ്പോർട്ടുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ അൾജീരിയ, ബംഗ്ലാദേശ്, ബ്രൂണ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ലെബനൻ, ലിബിയ, പാകിസ്ഥാൻ എന്നിവയാണ്. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറംകരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെ? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ തന്നിട്ടുണ്ട്. കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. ഏതൊക്കെയായിരിക്കും വരുന്നത്? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്, ഇത് രണ്ടുമാണ് വരുന്നത്. ഓപ്ഷൻ സി. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറംപണി കരാർ അഥവാ ഔട്ട്സോഴ്സിംഗ് എന്നുള്ളത്. ഇതിലൂടെ ഒരു കമ്പനിക്ക് മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്തു നിന്ന് തന്നെ നൽകപ്പെട്ടിരിക്കുന്ന സേവനങ്ങൾ, അതായത് നിയമോപദേശം, കമ്പ്യൂട്ടർ സേവനം, പരസ്യം, സുരക്ഷ തുടങ്ങിയവ ഇപ്പോൾ പുറത്തുനിന്ന്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. ഇതാണ് ഔട്ട്സോഴ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർത്താവിനിമയ ബന്ധത്തിലുണ്ടായ വലിയ വികസനം, പ്രത്യേകിച്ച് വിവരസാങ്കേതിക വിദ്യയുടെ വികസനം എന്നും ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന നിലയിൽ പുറംപണി കരാറിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ശബ്ദാധിഷ്ഠിത ബിസിനസ് പ്രക്രിയകൾ, അതായത് കോൾ സെൻ്ററുകൾ, രേഖകൾ സൂക്ഷിക്കൽ, അക്കൗണ്ടൻസി, ബാങ്കുകളുടെ സേവനങ്ങൾ, സംഗീത റെക്കോർഡിംഗ്, സിനിമ എഡിറ്റിംഗ്, പുസ്തകം പകർത്തിയെഴുതൽ, ചികിത്സാ സംബന്ധമായ ഉപദേശങ്ങൾ, അധ്യാപനം തുടങ്ങിയ സേവനങ്ങൾ വികസിത രാജ്യങ്ങളിലെ കമ്പനികൾ ഇന്ത്യയിൽ നിന്നും പുറംപണി കരാർ പ്രകാരം വാങ്ങുന്നു അഥവാ ചെയ്യിക്കുന്നു. അതായത് നമ്മൾ ഓൺലൈനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ടല്ലോ, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വൈദഗ്ധ്യമേറിയ സൂക്ഷ്മതയോടുകൂടിയ മനുഷ്യശേഷി വിഭവങ്ങൾ, കുറഞ്ഞ വേതനം എന്നിവ മൂലം മിക്കവാറും ബഹുരാഷ്ട്ര കമ്പനികളിലും ചെറിയ കമ്പനികളും അവരുടെ സേവനങ്ങൾ പുറം പണിക്കരാറിലൂടെ ഇന്ത്യക്ക് നൽകുന്നു. കുറഞ്ഞ വേതന നിരക്ക്, വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്നിവ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പുറം പണിക്കരാറിലൂടെ ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കാർഷിക രംഗത്തെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? തെറ്റായിട്ടുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്കാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1960കളുടെ അവസാനത്തോടു കൂടി ഇന്ത്യയിലെ കാർഷികോൽപാദന ക്ഷമതാ വർധന ഭക്ഷ്യധാന്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായകരമായി. എന്നാൽ 1990കളുടെ അവസാനത്തിലും രാജ്യത്തെ 65% ജനങ്ങളും കാർഷിക മേഖലയാണ് തൊഴിലിനായി ആശ്രയിച്ചിരുന്നത്. 50നും 90നും ഇടയ്ക്ക് മൊത്ത ആഭ്യന്തരോൽപാദനത്തിൽ കാർഷിക മേഖലയുടെ സംഭാവന ഗണ്യമായിട്ട് കുറഞ്ഞു. 1950-51 കാലത്ത് കാർഷിക മേഖല രാജ്യത്തിൻ്റെ GDPയിലേക്ക് 59% സംഭാവന ചെയ്തിരുന്നത് 90-91 കാലഘട്ടമായപ്പോൾ 34.9% കുറഞ്ഞു. 50-51 28% അതിന് സംഭാവന ചെയ്തിരുന്നത് 1990-91 40.5% സേവന മേഖല ഉയർന്നു. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. 50-51 കാലഘട്ടത്തിൽ 59% സംഭാവന ചെയ്തതാണ് കാർഷിക മേഖല. 90-91 ആയപ്പോൾ 34.9%. 50-51 28% സേവന മേഖല ഇപ്പോൾ 40.5%. 90-91 40.5% ഉയർന്നു. ഇന്ത്യയിൽ കൃഷിയിടങ്ങളിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മയെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. 1950കളിൽ നടന്ന ഒരു പഠനം അനുസരിച്ച് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരിൽ 1/3 പ്രച്ഛന്ന തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവരാണ്. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്ത്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത. സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക. 2017 ജൂലൈ 9 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയാണ് സ്വയം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആൻഡ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. പ്രവേശനം, തുല്യത, ഗുണമേന്മ എന്നീ വിദ്യാഭ്യാസ നയത്തിൻ്റെ 3 പ്രധാന തത്വങ്ങൾ കൈവരിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് സ്വയം പരിപാടി. ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരുൾപ്പെടെ എല്ലാവരിലേക്കും മികച്ച അധ്യാപന പഠന വിഭവങ്ങൾ
എത്തിക്കുക എന്നതാണ് ഈ ശ്രമത്തിൻ്റെ ലക്ഷ്യം. സ്വയം പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരുൾപ്പെടെയുള്ള എല്ലാവരിലേക്കും മികച്ച അധ്യാപന പഠന വിഭവങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ ശ്രമത്തിൻ്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്കിടയിൽ ഡിജിറ്റൽ വിഭജനം കുറയ്ക്കാനാണ് സ്വയം ലക്ഷ്യമിടുന്നത്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ഹോസ്റ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാ കോഴ്സുകൾക്കും സംവേദനാത്മകവും പഠന സാമഗ്രികളും സൗജന്യമാണ്. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത് എന്ത്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നതാണ് മുദ്ര എന്നതിൻ്റെ പൂർണ്ണരൂപം. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരമുള്ള ചെറുകിട സംരംഭങ്ങളെ സഹായിക്കുന്നതിനുമായി ബന്ധപ്പെട്ടതാണ് മുദ്രയാണ്. കോർപ്പറേറ്റ് ഇതര ചെറുകിട നാമമാത്ര സംരംഭങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പാ സൗകര്യം മുദ്ര യോജന നൽകുന്നുണ്ട്. ആദായവും തൊഴിൽ സൃഷ്ടിക്കുന്ന നിർമ്മാണങ്ങൾ, സേവനങ്ങൾ, റീറ്റെയിൽ, കൃഷി, അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് മുദ്ര ലോൺ ലഭിക്കുന്നത്. PMMY സ്കീം പ്രകാരം ശിശു, കിരോർ, തരുൺ എന്നീ വിഭാഗങ്ങളിലാണ് ധനസഹായം ലഭിക്കുന്നത്. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ് ശിശുവും കിരോറും തരുണുമൊക്കെ. 50,000 രൂപ വരെ ലഭിക്കുന്നതാണ് ശിശു സ്കീം. 50,000 മുതൽ 5 ലക്ഷം വരെ രൂപയാണ് കിഷോർ സ്കീമിൽ ലഭിക്കുന്നത്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ തരുണിലും ലഭിക്കും. 50,000 രൂപ വരെ ശിശു, 50,000 ടു 5 ലക്ഷം കിഷോർ, 10 ലക്ഷം രൂപ 5 ലക്ഷം ടു 10 ലക്ഷം തരുൺ. എന്താണ് ഓപ്പറേഷൻ അജയ് എന്ന് നോക്കാം. പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാനായി 2023 ഒക്ടോബറിൽ ഇന്ത്യ പ്രഖ്യാപിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. 2023 ഒക്ടോബറിൽ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഹമാസ് നൽകിയ നാമമാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണ നീക്കങ്ങൾക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്വാർഡ്സ് ഓഫ് അയൺ. അപ്പോൾ ഓപ്പറേഷൻ അജയ് എന്താണ്? പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കുന്ന 2023 ഒക്ടോബറിലുള്ളത് ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. 2023 ഒക്ടോബറിൽ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങൾ ഹമാസ് നൽകിയ നാമമാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഓപ്പറേഷൻ സ്വാർഡ്സ് ഓഫ് അയൺ, ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണ നീക്കങ്ങൾക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്വാർഡ്സ് ഓഫ് അയൺ. മൗലിക കർത്തങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? വകുപ്പ് 51A പ്രതിപാദിച്ചിരിക്കുന്നു. ഭാഗം 3 ഏതാണ്? 3A ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. മൗലിക ഭരണഘടനയിൽ തുടക്കത്തിലില്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമായ പ്രധാനമായ ഭാഗത്തിന് ഉദാഹരണമാണ് മൗലിക കർത്തവ്യങ്ങൾ. മുൻ സോവിയറ്റ് യൂണിയനെയാണ് മൗലിക കർത്തവ്യങ്ങൾക്ക് ഇന്ത്യ മാതൃകയാക്കിയിരുന്നത്. സ്വരൻസൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാഗം 4A ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത്. അനുച്ഛേദം 51A ആയി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യങ്ങൾ തുടക്കത്തിൽ 10 എണ്ണമായിരുന്നു. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത്തെ മൗലിക കർത്തവ്യം ഉൾപ്പെടുത്തി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയുടെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.